അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ കറങ്ങി ക്ഷീണിച്ച് നമ്മളിതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റിരിക്കുകയാണ്. എംപട്ടായാലത്തെ ലാസ്റ്റത്തെ ദിവസമാണ്. യാപ്പുന് എണീക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ വേണ്ടി ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരുന്നു. ആ ഫ്രൈഡ് പ്രോൺസൊക്കെ കഴിച്ചിട്ടുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നടന്നിട്ട് വന്നതാണ്. തായ്ലാൻഡ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എണീക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് രാവിലെ 8 മണിക്ക് ചെക്കൗട്ടായിരുന്നു. അപ്പോൾ എണീക്കാണ്ട് പറ്റില്ല. അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ച് എണീപ്പിക്കുകയാണ് ഞാൻ. ആ യുദ്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ആദ്യം ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിച്ച് വന്നിട്ട് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ടൈം ഉണ്ടായിരുന്നു. ഏകദേശം 7 മണിക്ക് അങ്ങനെ എണീറ്റിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ തായ്ലാൻഡിലത്തെ ചില വീഡിയോസൊക്കെ കുറച്ച് പേരൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ ഇതിൻ്റെ പ്ലേലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തായ്ലാൻഡ് സീരീസ് മൊത്തമായിട്ട് പോയിരുന്ന് കാണുക. ഞാൻ കുറച്ച് ഗ്യാപ്പിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് വിഷയം കാരണമാണ്. അപ്പോൾ കുറച്ച് ക്ലിനിക്കിലൊക്കെ തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പം ഇന്നും ആസ് യൂഷ്വൽ എല്ലാ ഐറ്റംസും കിഡിലായിരുന്നു. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് ഉള്ളത് നോക്കാം അല്ലേ. ഒരുപാട് വെറൈറ്റി ഓഫ് ജ്യൂസ് ഉണ്ടായിരുന്നു. യാപ്പൂനെ എവിടെ പോയി കഴിഞ്ഞാലും കോൺഫ്ലെക്സ്, ചോക്കോസ് ഒക്കെ, വീട്ടിലാണെങ്കിൽ ഇതേ അവസ്ഥ, പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ. സോ അത് ഞാൻ എടുത്തു കൊടുക്കുകയാണ്. പാലൊക്കെ എടുത്ത് പല വെറൈറ്റി ഓഫ് ഫ്ലേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേതാ വേണ്ടതെന്നുള്ളത് അവൾ തന്നെ ചോദിച്ചിട്ട് സെലക്ട് ചെയ്യാണ് അവൾ ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികൾ ഇഷ്ടമല്ലേ, അവർക്ക് എന്താണോ ഇഷ്ടം അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ആ ഒരു ഫ്രീ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങോട്ട് ഫുഡൊന്നും ഇഷ്ടമല്ല. രാവിലെ വീട്ടിൽ നിന്നും അതേ അവസ്ഥ തന്നെയാണ്. അപ്പം ഞാൻ അവളുടെ ചോയ്സിനേക്ക് എപ്പോഴും വിട്ടു കൊടുക്കാറുണ്ട്. പിന്നെ ഇതേപോലെ ഇന്നലെ കണ്ട പോലെ തന്നെ സെയിം മെനുവിലെ സാൻഡ്വിച്ചസും ക്രോസൻസും ബ്രെഡും പല തരത്തിലുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റീം ചെയ്തിട്ടുള്ള റൈസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിർ ഫ്രൈ ചെയ്തിട്ടുള്ള വെജീസ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ഇവർ രാവിലെ കഴിക്കും. അതെന്താണ് അതിൻ്റെ ഒരു ഇത് എനിക്ക് തലേ ദിവസത്തെ പഴയ ചോറൊക്കെ എടുത്തിട്ട് ഇവർ ഫ്രൈഡ് റൈസ് എന്തോ ചെയ്യുന്നുണ്ട്. എല്ലാതും ഇത്ര രാവിലെ ആരാണ് ഫ്രൈഡ് റൈസ് കഴിക്കുക അല്ലേ. ഇവരുടെ ഒരു സ്റ്റൈലാണ് ഈ ഫ്രൈഡ് റൈസ് കഴിക്കുക എന്നുള്ളത്. ബട്ട് നമുക്കും വേണമെങ്കിൽ കഴിക്കാം അല്ലേ. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചെടുത്തായിരുന്നു. പിന്നെ കുറച്ച് ഇതേപോലത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും സ്റ്റീം ചെയ്തിട്ടുള്ള ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. എനിവേസ് എല്ലാം അടിപൊളി ഫുഡായിരുന്നു. ഒരു പ്രശ്നമില്ല. നമുക്കിപ്പോൾ തായ്ലാൻഡിലാണെങ്കിലും ഈ ഒരു ബഫറ്റിൽ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അലാക്കാട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടെ അവരുടെ ഒരു സോസൊക്കെ ആഡ് ചെയ്തിട്ട് ആകെ ഒരു വല്ലാത്തൊരു പരുവത്തിലാണ് സാധനങ്ങൾ വരാറ്. സാലഡ്സിൻ്റെ സെക്ഷൻ ആണെങ്കിൽ പറയേണ്ട ആവശ്യമേ ഇല്ല. അതിഗംഭീരമായിട്ടുള്ള സാലഡ് കൗണ്ടർ തന്നെയായിരുന്നു. ഒരുപാട് സാലഡ് ഡ്രസ്സിങ്സൊക്കെ ആയിട്ട് അടിപൊളി സാലഡ് കൗണ്ടറായിരുന്നു. ഒന്നും പറയാനില്ലായിരുന്നു. സോ ഇത് ഫ്രൈഡ് എഗ് ഫിഷ് ചില്ലി സോസിൽ ഫ്രൈ ചെയ്ത. പിന്നെ ഇത് സ്റ്റീംഡ് ബീനാണ്. ഇതെന്താ സംഭവം? സ്റ്റീംഡ് ബീൻ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധനമില്ല. ഒരു മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഇത് സോസേജ് ഫ്രൈഡ് റൈസാണ്. ഇത് നമ്മളെ പൊട്ടറ്റോ. പിന്നെ ഇത് വെജീസ്, സ്റ്റിർ ഫ്രൈഡ് വെജീസ്. പിന്നെ ഇത് റോ വെജിറ്റബിൾ സാലഡ്. പിന്നെ എടുത്തിട്ടുള്ളത് ബ്രെഡും 4 ജാമുണ്ട്. ഒന്ന് ബ്ലൂബെറി, പിന്നെ എന്തൊക്കെയായിരുന്നു, പൈനാപ്പിൾ. ഇത് പൈനാപ്പിൾ അല്ല, ഇത് പൈനാപ്പിൾ. ഇത് പിന്നെ എന്താണ് വേറെന്തോ ഒരു ജാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് സ്ട്രോബെറി. ഇത്രയും ഐറ്റംസാണ് ജാമിൻ്റെ സെക്ഷനിൽ വരുന്നത്. നല്ല ക്രിസ്പി ടോസ്റ്റഡ് ബ്രെഡും ഉണ്ട്. ഗുവാവ ജ്യൂസാണ്. യാപ്പു ഓറഞ്ച് ജ്യൂസും പപ്പ ഓറഞ്ച് ജ്യൂസും യാപ്പു വേറൊരു ജ്യൂസും എടുത്ത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം ആയതുകൊണ്ട് എല്ലാവരും ബാഗും ലഗേജസൊക്കെ എടുത്തിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മളെ കാറ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇനി അതിൽ കയറി നേരെ നമ്മളുടെ അടുത്ത ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ആ ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സഫാരി വേൾഡ് വിസിറ്റ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ തായ്ലാൻഡിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സെൽഫായിട്ട് ട്രാവൽ ചെയ്യാൻ നിൽക്കരുത്. കാരണം നമുക്ക് ഇപ്പോൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഓരോരോ മെട്രോവും അതും ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് പോയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ തായ്ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. ഒന്നാമത്തേൽ അവരുടെ ലാംഗ്വേജ് അല്ലാണ്ട് മറ്റൊരു ലാംഗ്വേജും സംസാരിക്കുന്നില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കോസ്റ്റ് വൈസ് ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ട്രാവൽസ് നമ്മൾ
പോയിട്ടുള്ളത് സാന്റാമോണിക്ക ത്രൂ ആണ്. അപ്പോൾ സാന്റാമോണിക്കയിൽ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം അവർ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാവലിലൊക്കെ ഏകദേശം നമ്മളിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 hours അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പട്ടായന്ന് ബാങ്കോക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും നമ്മൾ ഒരു എന്താ പറയുക ടുക്ടുക്കൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് പോകുമ്പോഴത്തേക്ക് തന്നെ 400 തായ് ബാത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ നമ്മൾ ഈ ഇത്രയും ടൈം ട്രാവൽ ചെയ്യുമ്പം അവർ എത്ര പൈസ വാങ്ങിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏജൻസി ത്രൂ വരുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. തായ്ലാൻഡിൽ വരുന്ന സമയത്ത് ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കിഡിലെ സംഭവമാണ് ഈ സഫാരി വേൾഡ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സഫാരി വേൾഡിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആനിമൽസിൻ്റെ ഷോസ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൻ്റെ ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ബ്രോഷർ പോലത്തെ ഒരു സംഭവം തരും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോസ് അതിൻ്റെ ടൈമൊക്കെ നോക്കി നമുക്ക് പോയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഷോസ് മാത്രം ചൂസ് ചെയ്താൽ മതി. ഒരുപാട് ഷോസ് ഉണ്ടാവും. അതെല്ലാം കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു ഓട്ടപ്പാച്ചിലാവും. പിന്നെ ഇത്രയും ആൾക്കാരൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാം ഓടിപ്പടഞ്ഞ് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് ഒരു ഒറാങ്കുട്ടൻ ഷോ ആണ്. അപ്പോൾ അത് ഏകദേശം പകുതിയായിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഇനിയും അത് കാണണം എന്ന് തോന്നിയിട്ടില്ല. ലൈക്ക് ഒരു 10 മിനിറ്റോളം 10 ഒരു 5 മിനിറ്റോളം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്. അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. Doctor check in check โอ้โหยังไงถามอาการด็อกเตอร์ต่อยไหวไหมชกต่อไหวไหมครับไม่ไหวฟินครับผมกรรมการสับมือสถิติการแข่งขันแชมเปี้ยนสุดของสายลมสิทธิ์จอมChampion in the world, Mr. Thailand Section and the Blue Hawk. കുട്ടികളൊക്കെ എന്തായാലും എൻജോയ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തായ്ലാൻഡിലേക്ക് പോവുകയാണെങ്കിൽ സഫാരി വേൾഡ് മിസ് ചെയ്യരുത്. ഒറാങ്കുട്ടൻ ഷോ ആണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്ത നമ്മൾ പോകുന്നത് ഒരു എലിഫൻറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെയും പല വ്യത്യസ്തമായിട്ടുള്ള എലിഫൻറ്റിൻ്റെ പല രീതിയിലത്തെ നമ്മൾ പണ്ട് സർക്കസിലൊക്കെ കാണുന്ന പോലത്തെ പല രസമായിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇതൊന്നും അലൗഡ് അല്ല. ആനിമൽസിനെ ഒന്നും ഹാം ചെയ്യാൻ പാടില്ല എന്നാണ്. എന്തായാലും ഒരടിയും കൊടുക്കാണ്ടൊന്നും ഇതൊന്നും പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പം എനിക്കിത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. കുറച്ചൊക്കെ ആ ഒരു സാഡ് പാർട്ട് മനസ്സിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. ബട്ട് കുട്ടികൾക്കൊന്നും അത് കുറിച്ചിട്ട് ഡീപ്പായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിത്രം വരപ്പിക്കാന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ പോയപ്പം അതും കണ്ടു. തായ്ലാൻഡിൽ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഏത് രീതിയിലും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അല്ലാണ്ട് സിംഗിളായിട്ട് വരെ പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആരും മിസ് ചെയ്യേണ്ട. ഈ ഷോ അടിപൊളിയായിരുന്നു. ആനയുടെ ഷോ യാപ്പൂന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനയുടെ പെയിൻറ്റിങ് ആയിരുന്നു ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് പോലും വരയ്ക്കാൻ പറ്റാത്ത അത്ര അടിപൊളിയായിട്ടാണ് ആന വരച്ചിട്ടുണ്ടായിരുന്നത്. ആനയുടെ പെയിൻറ്റിങ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ അവർ അതിനൊരു വില ഇട്ടിട്ടുണ്ടാവും. ആ വില നമുക്ക് ഓക്കെ ആണെങ്കിൽ ആ ഒരു പെയിൻറ്റിങ് നമുക്ക് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നിയതുകൊണ്ട് തന്നെ നമ്മളാരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല.
കുറച്ച് നടന്നപ്പോൾ തന്നെ എല്ലാവർക്കും ക്ഷീണാവാൻ തുടങ്ങി, വിശക്കാൻ തുടങ്ങി, വെള്ളം അത് ഇതെന്നൊക്കെ പറയാൻ തുടങ്ങി. സോ അവിടെ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് വെള്ളവും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലഞ്ച് ഇവിടെ തന്നെ ട്രാവൽസ് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ പാക്കേജിൽ അതും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് ടോക്കൺ എടുക്കാം. സമയമാവുന്ന സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഫുഡും പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളിതാ കുറേ ഫ്ലമിംഗോസൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഫ്ലമിംഗോസൊക്കെ കാണുന്നത്. അപ്പം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നേരിട്ട് ക്യാമറേനെക്കാട്ടിലും ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ നമ്മളെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പല കളറിലുള്ള ബേർഡ്സിനൊക്കെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത്. ഇത്രയും വണ്ടർഫുൾ കളേഴ്സിൽ ഒരുപാട് തരം ബേർഡ്സിനെ നമ്മുടെ നാട്ടിൽ സൂവിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ട്. അതാണ് ഈ ഒരു സഫാരി വേൾഡിൻ്റെ പ്രത്യേകത. പരിപാടി ഒട്ടകത്തിനെ ഫീഡ് ചെയ്യലാണ്. ഫുഡ് അവിടെ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കാം, എത്ര വേണേലും കൊടുക്കാം, ആരും ഒരു പരാതിയും പറയില്ല. പക്ഷേ ഭക്ഷണം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചില കിട്ടിയ ഒട്ടകത്തിന് തന്നെ വീണ്ടും വീണ്ടും ഓവർ സ്മാർട്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ തലയിങ്ങനെ ചാടിച്ചിടുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് തന്നെ വീണ്ടും കൊടുക്കും. ചിലതൊക്കെ പാവങ്ങൾ സൈഡിലേക്ക് നിൽക്കും കേട്ടോ, അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ വീണ്ടും വീണ്ടും നമുക്ക് കൊടുക്കാൻ പോലും പറ്റില്ല. അതിങ്ങനെ മാറിപ്പോവും. ഈ ഓവർ സ്മാർട്ടായിട്ടുള്ള ഒട്ടകങ്ങൾ തല ഉന്തിയിടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ചില നല്ല നല്ല എക്സ്പീരിയൻസും മോശം എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ലിമിറ്റ് കൂടുതൽ എൻ്റെ മോൾക്ക് ഒരു കാര്യത്തിനോടും പ്രത്യേകിച്ച് താല്പര്യമില്ല. അതിപ്പോൾ നടന്ന് സൂവിൽ ആനിമൽസിനെ കാണാമെന്നും ബേർഡ്സിനെ കാണാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവൾക്ക് ഷോപ്പ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും കാര്യമില്ല. അതിൻ്റെ ഒക്കെ അവളൊന്ന് തടഞ്ഞ് വീഴുകയും കൂടി ചെയ്തു. പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു വാശിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് കുറേ ഫിഷിനെ കണ്ടപ്പം അവിടെ ചാടിക്കയറി നമ്മൾ ഇരുന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു. യാപ്പുൻ്റെ മൂഡൊക്കെ ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഷോ വന്നിട്ട് സീ ലയൻ്റെ ഷോ ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ആ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ സീ ലയനൊക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവരുടെ ഇൻസ്ട്രക്ഷൻ കിട്ടേണ്ട അവസ്ഥ ചാടി കയറി ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതൊരു ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അതിനെ ഇങ്ങനെ നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്രിസിയേറ്റ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും രസമായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പോയ ടൈമിൽ അവിടെ ഒരു ചൈനീസ് ന്യൂ ഇയറിൻ്റെ ടൈമായിരുന്നു. ഏകദേശം ഫെബ് അങ്ങനെ ആയപ്പോഴാണ് നമ്മൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മൂഡ് ഓക്കെ ആയ സമയത്ത് പിന്നെ അവൾ ഓക്കെയാണ്. പിന്നെ ഫോട്ടോ എടുക്കുക, അവരുടെ കൂടെ ഫോട്ടോ എടുക്കുക, ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. മക്കൾ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫുൾ ഡേ പോയ പോലെയാണ്. എനിവേസ് അവൾ എൻജോയ് ചെയ്തു. സോ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ അവളൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഫാദറാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാദറാണിത്. അപ്പോൾ ആൾ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ അമ്മ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യുന്നൊരു വീഡിയോ പോലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും ജോയിൻ ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ മോനാണ് മറ്റേത്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞാൻ മാത്രം ഈ വീഡിയോയിലില്ല, ബട്ട് ഞാനാണ് വീഡിയോ എടുത്തതല്ലേ, അതല്ലേ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുത്തായിരുന്നു, ഫാമിലി ഫോട്ടോ. അത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും പോകുന്നത് ഒരു ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. എന്താ പറയുക, ഡോൾഫിൻ ഫാൻസാണ് എല്ലാവരും തോന്നുന്നു. അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഡോൾഫിൻ ഷോ. ബാക്കിയുള്ള ഒരു ഷോനും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇരിക്കാൻ സ്ഥലമേ ഇല്ല, നിൽക്കാൻ ഒട്ടും സ്ഥലമില്ല. ഒരു കാലൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റിലേക്ക്. ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ മുന്നിലിരുന്നിട്ട് ഒന്നും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സഫാരി വേൾഡ് മൊത്തം നടക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഏകദേശം ഒരു 10,000 കാലറി എന്തോ 10,000 സ്റ്റെപ്സ് എന്തോ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രയും ദൂരം നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഈ ചൂടും കൂടെ ആകുമ്പോൾ ഒട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ടൈം കണ്ടില്ല. ബട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടൈം തന്നെ ഫുള്ള് കണ്ടായിരുന്നു. പക്ഷേ ഇരുന്ന് ഒന്നും കൂടി കാണണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും പോകുമ്പോൾ
സ്വസ്ഥതയിൽ പോയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഡോൾഫിൻ്റെ ഷോ മിക്ക സമയത്തും ഇതേപോലെ തിരക്കാന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ടി വിയിലൊക്കെ അല്ലേ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയാണ്. ലാസ്റ്റിലേക്ക് നമുക്ക് ഡോൾഫിൻ്റെ അടുത്ത് പോയിട്ട് കിസ് ചെയ്തിട്ടൊക്കെ ഫോട്ടോ എടുക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ജാമായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കുറച്ചും കൂടെ ബേർഡ്സിനെയും ഒക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെയും ഇതേപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. സഫാരി വേൾഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഞാനൊരു യൂക്കാലിപ്റ്റസ് തായ്ലാൻഡ് സ്പെഷ്യൽ അതാണ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ നമ്മളുടെ അടുത്ത ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നല്ല കിടിലം ടൗണിലായിരുന്നു നമ്മളുടെ ഹോട്ടൽ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ബാങ്കോക്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അംബാസഡർ ഹോട്ടലിൽ നിന്നിട്ടുള്ളത്. അതായത് ശരിയായ ജംഗ്ഷൻ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്ട്രീറ്റാണ്. അത്രയും അടിപൊളി സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അംബാസഡർ ഹോട്ടൽ ബാങ്കോക്ക് നാട്ടിലടുത്താണ് താമസിച്ചത്. അടിപൊളി ഹോട്ടലായിരുന്നു. എൻ്റെ അമ്മ പറയാതിരിക്കാൻ വയ്യ. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പഴയ ഹോട്ടലാണ്. അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഫുൾ വുഡിൻ്റെ വർക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ എംപട്ടായും അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയാണ്. ടൂറിൻ്റെ വീഡിയോ ഞാൻ മറ്റ് ഏതെങ്കിലും ഷോർട്സിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അതെൻ്റെ അടുത്ത് ആക്ച്വലി ഇതിൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കാണുന്നില്ല. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ പൂളിലേക്കൊക്കെ പോയി കുട്ടികൾ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഷോപ്പിങ്ങിന് പോകേണ്ട ഒരു സമയമായിരുന്നു. അപ്പം ഒരു 7 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളാരും പൂളിലേക്ക് ഇറങ്ങിയിട്ടില്ല. നേരെ ഷോപ്പിങ്ങുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ടുക്ക് എടുത്തിട്ട് നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് പോകുന്നത്, ഇന്ദ്ര നഗറിലേക്ക്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. അൻറ്റിൽ ദെൻ ബൈ.